ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നൊരു വാക്ക് തന്നെയാണല്ലോ പ്രതിനിധി എന്നുള്ളത്. ജനപ്രതിനിധികൾ തുടങ്ങി ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിൽ നമ്മൾ പലതിനെയും പ്രതിനിധീകരിക്കാറുണ്ട്. എത്ര സുന്ദരമായൊരു വാക്കാണ് പ്രതിനിധി എന്നുള്ളത്. പിരിച്ചെഴുതിയ 2 വാക്കുകൾ കിട്ടും. നേർവിപരീതമായ അർത്ഥമുള്ള വാക്കുകൾ. ഒന്ന് പ്രതി എന്നാണ്, മറ്റൊന്ന് നിധി എന്നാണ്. പ്രതിനിധികളാകുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർ എല്ലാ കാലത്തും മനുഷ്യരുടെ മനസ്സിൽ നിധി പോലെ സൂക്ഷിക്കാൻ കൊള്ളുന്ന മനോഭാവമുള്ളവരായി തീരണമെന്ന്. ഒരിക്കൽ പോലും അവർ ആരുടെയും മുമ്പിൽ, നിയമത്തിൻ്റെയോ മനുഷ്യരുടെയോ മുൻപിൽ പ്രതിസ്ഥാനത്തോ പ്രതിപ്പട്ടികയിലോ ആയിത്തീരരുതും എന്നുള്ളത്. ഈ നോമ്പ് കാലം ജീവിതത്തിൽ നമ്മൾ ആരുടെയൊക്കെ പ്രതിനിധികളാണ്, എന്തിൻ്റെയൊക്കെ പ്രതിനിധികളാണ് എന്ന് ഓർക്കുന്നതിനോടൊപ്പം തന്നെ പ്രതിനിധി എന്ന വാക്ക് നന്മയിലേക്കും തിന്മയിലേക്കും വീഴാൻ തുല്യ സാധ്യത നമ്മുടെ മുൻപിൽ തുറന്നിടുന്ന ഒരു വാക്ക് തന്നെയാണ്. ഒരിക്കലും ആരുടെയും മുൻപിൽ പ്രതിസ്ഥാനത്ത് പേര് ചേർക്കപ്പെടാതെ എല്ലാവരുടെയും മനസ്സിൽ ഒരു നിധി പോലെ സൂക്ഷിക്കപ്പെടുന്നവരായി തീരാൻ സഹായകരമായി തീരട്ടെ. നിധിയായി നിലകൊള്ളുന്നവർ പ്രതിയായി മാറാൻ ചിലപ്പോൾ നിമിഷങ്ങൾ മാത്രം മതിയാകും. പ്രതിസ്ഥാനത്ത് പേര് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിധിയായി തീരുക നിഷ്പ്രയാസമൊന്നും സാധിക്കുന്ന കാര്യമല്ല. നമ്മൾ പ്രതിനിധികളാണ് പലതിൻ്റെയും. ജീവിതത്തിൽ നിധി പോലെ നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പ് നമ്മെ ഒരു നിധിയാക്കി തീർക്കുവാൻ സഹായകരമായി തീരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.